ഹലോ, വെൽക്കം ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് ഹുക്സ് ആൻഡ് ഹോബീസ്. ഇന്ന് ഞാൻ നിങ്ങൾക്കായി ഒരു ബെറി പൗച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ, സോ നൗ ലെറ്റ്സ് സീ ഹൗ ടു മേക്ക് ദിസ് ബ്യൂട്ടിഫുൾ ബെറി പൗച്ച്. ഞാനൊരു മീഡിയം വെയ്റ്റ് അക്രിലിക് ആൻഡ് കോട്ടൺ മിക്സ് യാണും 4.5 mm ക്രോഷ്യ ഹുക്കുമാണ് യൂസ് ചെയ്യുന്നത്. ആദ്യമായി ഞാനൊരു മാജിക് റിംഗ് അഥവാ മാജിക് സർക്കിളാണ് ഉണ്ടാക്കുന്നത്. ഇത് ചെയ്യാനുള്ള ഈസി ടെക്നിക്സ് അടങ്ങിയ ഒരു വീഡിയോ ഞാൻ ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. സോ മാജിക് റിംഗ് ഉണ്ടാക്കിയതിന് ശേഷം ചെയിൻ 1 ചെയ്യുക. ചെയിൻ 1 ചെയ്തതിന് ശേഷം കുറച്ച് യാണ് പുള്ളപ്പ് ചെയ്യുക. ഓക്കെ, നമുക്ക് പഫ് സ്റ്റിച്ചാണ് വർക്ക് ചെയ്യാനുള്ളത്. അതിനാണ് ഞാൻ യാണ് കുറച്ച് പുള്ളപ്പ് ചെയ്തത്. അതിനുശേഷം യാൺ ഓവർ ചെയ്തിട്ട് ഈ മാജിക് റിങ്ങിൻ്റെ അകത്തേക്ക് ഹുക്ക് കയറ്റി യാണ് പുൾ ത്രൂ ചെയ്യുക. ഓക്കെ, എഗെയിൻ ഇത് 5 ടൈംസ് റിപ്പീറ്റ് ചെയ്യുക. ഇപ്പം നമ്മൾ 1 ടൈമാണ് ചെയ്തത്. ഇത് 4 more ടൈംസ് ചെയ്യുക. 2 യാൺ ഓവർ ആൻഡ് പുൾ അപ്പ് ദ ലൂപ്പ്. ഓക്കെ, 3 4 5 ടൈംസ് ചെയ്തതിന് ശേഷം യാൺ ഓവർ ആൻഡ് പുൾ ത്രൂ ഓൾ ദ ലൂപ്സ് ഇൻ ദ ഹുക്ക്. എന്നിട്ട് ഒരു ചെയിൻ 1 ചെയ്യുക. സോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് പഫ് സ്റ്റിച്ച്. ഇങ്ങനെ നമുക്ക് 5 പഫ് സ്റ്റിച്ചാണ് ഈ മാജിക് റിങ്ങിലേക്ക് ഉണ്ടാക്കേണ്ടത്. സോ സെക്കൻഡ് പഫ് സ്റ്റിച്ച് ഉണ്ടാക്കുന്നതിന് എഗെയിൻ യാൺ ഓവർ ആൻഡ് പുൾ അപ്പ് ദ ലൂപ്പ്, യാൺ ഓവർ ആൻഡ് പുൾ അപ്പ് ദ ലൂപ്പ്, 2 3 4 and last one 5. So 5 times yarn over and pull up ചെയ്തതിന് ശേഷം yarn over and pull through all the loops in the hook. Okay, then make a chain 1 to secure. So ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുക. ഇങ്ങനെ നമുക്ക് 5 പഫ് സ്റ്റിച്ചാണ് ഈ മാജിക് റിങ്ങിലേക്ക് വേണ്ടത്. ഓക്കെ, അങ്ങനെ ഞാൻ മാജിക് റിങ്ങിലേക്ക് 5 പഫ് സ്റ്റിച്ച് വർക്ക് ചെയ്തിരിക്കുകയാണ്. അതിനുശേഷം ഈ മാജിക് റിങ് വലിച്ച് ക്ലോസ് ചെയ്യാം. ടെയിലെൻഡ് വലിച്ച് ക്ലോസ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ റൗണ്ട് ഫിനിഷ് ചെയ്യാം. റൗണ്ട് ഫിനിഷ് ചെയ്യുന്നതിനായി ഞാൻ 2 പഫ് സ്റ്റിച്ചിൻ്റെ ഇടയിലുള്ള ചെയിനിലേക്കാണ്, പഫ് സ്റ്റിച്ചിൻ്റെ മുകളിലല്ല, 2 പഫ് സ്റ്റിച്ചിൻ്റെയും ഇടയിലുള്ള ചെയിനിലേക്കാണ് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് ഫിനിഷ് ചെയ്യുന്നത്. ഓക്കെ, അതിനുശേഷം മാജിക് റിംഗ് പിടിച്ച് ഒന്നുകൂടെ ടൈറ്റ് ചെയ്ത് ക്ലോസ് ചെയ്യാം. ടെയിലെൻഡ് വലിച്ച് ഒന്നുകൂടെ ടൈറ്റ് ചെയ്ത് ക്ലോസ് ചെയ്യാം. പിന്നീട് ചെയിൻ 1 ചെയ്യുക. ദിസ് ഈസ് അവർ റൗണ്ട് 2. ചെയിൻ 1 ചെയ്തതിന് ശേഷം പുൾ അപ്പ് ദ ലൂപ്പ്. എഗെയിൻ വി ആർ വർക്കിംഗ് ഓൺ പഫ് സ്റ്റിച്ച്. ഈ 2 പഫ് സ്റ്റിച്ചിൻ്റെ ഇടയിലേക്കാണ് നമ്മളിനി പഫ് സ്റ്റിച്ച് ഉണ്ടാക്കുന്നത്. സോ ഇവിടേക്ക് ഇൻക്രീസ് ആണ് ചെയ്യുന്നത്. 2 പഫ് സ്റ്റിച്ചാണ് ഉണ്ടാക്കുന്നത്. ഇപ്പം ഞാൻ 1 ടൈം പുള്ള് ചെയ്തു. 2 3 4 and 5. അതിനുശേഷം yarn over and pull through all the loops. Okay, so this is our first puff stitch. ഒരു പഫ് സ്റ്റിച്ചും കൂടെ ഈ സെയിം 2 പഫ് സ്റ്റിച്ചിൻ്റെ ഇടയിലുള്ള സ്പേസിലേക്ക് ചെയ്യുക. 1 2 3 4 5. ഓക്കെ, അതിനുശേഷം yarn over and pull through all the loops. അങ്ങനെ 2 പഫ് സ്റ്റിച്ച് നമ്മൾ ഈ 2 പഫ് സ്റ്റിച്ചിൻ്റെ ഇടയിലുള്ള സ്പേസിലേക്ക് ചെയ്തിരിക്കുകയാണ്. അതിനുശേഷം നെക്സ്റ്റ് 2 പഫ് സ്റ്റിച്ചിൻ്റെ ഇടയിലുള്ള സ്പേസിൽ എഗെയിൻ 2 more പഫ് സ്റ്റിച്ച്. അങ്ങനെ എല്ലാ സ്പേസിലും 2 പഫ് സ്റ്റിച്ച് വെച്ച് ചെയ്ത് ഒരു റൗണ്ട് ഓഫ് ഇൻക്രീസ് ആണിത്. സോ ടോട്ടൽ അറ്റ് ദ എൻഡ് നമുക്കൊരു 10 പഫ് സ്റ്റിച്ച് കിട്ടുന്നതാണ്. ഓക്കെ, we need to work 1 more puff stitch into this same space. 2 3 4
ആൻഡ് 5. അതിന് ശേഷം yarn over, pull through all the loops ചെയ്യാം. ഇങ്ങനെ നമുക്ക് എല്ലാ സ്പേസിലും വർക്ക് ചെയ്ത് അറ്റ് ദ എൻഡ് നമുക്കൊരു 10 പഫ് സ്റ്റിച്ച് ഈ റൗണ്ടിൽ വരുന്നതാണ്. നമ്മുടെ റൗണ്ട് 2ൻ്റെ എൻഡിലേക്ക് എത്തിയിരിക്കുകയാണ്. സോ ടോട്ടൽ നമുക്കിവിടെ 10 പഫ് സ്റ്റിച്ചസ് കിട്ടിയിരിക്കും. 1 2 3 4 5 6 7 8 9 10 പഫ് സ്റ്റിച്ച് കിട്ടിയിരിക്കുകയാണ്. അങ്ങനെ 10th പഫ് സ്റ്റിച്ച് കഴിഞ്ഞതിന് ശേഷം ഈ ഫസ്റ്റ് 2 പഫ് സ്റ്റിച്ചിൻ്റെ ഇടയിലേക്കാണ് നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് ഫിനിഷ് ചെയ്യുന്നത്. ഫസ്റ്റ് 2 പഫ് സ്റ്റിച്ചിൻ്റെ ഇടയിലേക്ക് ഓക്കെ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക, റൗണ്ട് 2 ഫിനിഷ് ചെയ്യുക. ഓക്കെ, സോ നമ്മുടെ റൗണ്ട് 2 ഇവിടെ ഫിനിഷ് ആയിരിക്കുകയാണ്. നെക്സ്റ്റ് ഈസ് റൗണ്ട് 3. റൗണ്ട് 3 ചെയ്യുന്നതിനായി എഗെയിൻ ചെയിൻ 1 ചെയ്തിട്ട് ലൂപ്പ് കുറച്ച് പുൾ ചെയ്യുക. എഗെയിൻ വി ആർ ഡൂയിങ് പഫ് സ്റ്റിച്ച് ഇൻ ബിറ്റ്വീൻ ദീസ് 2 പഫ് സ്റ്റിച്ചസ്. ഓക്കെ, സോ 5 ടൈംസ് പുള്ളപ്പ് ചെയ്യുക. 1 2 3 4 and 5. ഓക്കെ, അതിനുശേഷം yarn over and pull through all the loops. Okay, then make a chain. Okay, chain 1 ചെയ്ത് ഫിനിഷ് ചെയ്യുക. again one more puff stitch into this same space. 1 2 3 4 and 5. ഓക്കെ, അതിനുശേഷം yarn over and pull through all the loops. സോ ഫസ്റ്റ് സ്പേസിൽ നമ്മൾ 2 പഫ് സ്റ്റിച്ച് ചെയ്തിരിക്കുകയാണ്. നെക്സ്റ്റ് സ്പേസിൽ നമ്മൾ 1 പഫ് സ്റ്റിച്ചാണ് ചെയ്യുന്നത്. ഇവിടെ 1 പഫ് സ്റ്റിച്ചാണ് ചെയ്യുന്നത്. 1 2 3 4 5. and yarn over and pull through all the loops. Okay, then make a chain. So first 2 പഫ് സ്റ്റിച്ചിൻ്റെ ഇടയിലേക്ക് നമ്മൾ 2 പഫ് സ്റ്റിച്ച് ചെയ്തു. നെക്സ്റ്റ് 2 പഫ് സ്റ്റിച്ചിൻ്റെ ഇടയിലേക്ക് നമ്മൾ 1 പഫ് സ്റ്റിച്ചാണ് ചെയ്തിരിക്കുന്നത്. ഇനി അടുത്ത 2 പഫ് സ്റ്റിച്ചിൻ്റെ ഇടയിലേക്ക് എഗെയിൻ 2 പഫ് സ്റ്റിച്ച്. സോ ഇത് 2 1 2 1 എന്നുള്ള പാറ്റേൺ ആണ് കണ്ടിന്യൂ ചെയ്യുന്നത്. ഇവിടെ 2 പഫ് സ്റ്റിച്ചിൻ്റെ ഇടയ്ക്ക് 2 എണ്ണം ചെയ്തിരിക്കുകയാണ്. ഇനി അടുത്ത 2 പഫ് സ്റ്റിച്ചിൻ്റെ ഇടയിലുള്ള സ്പേസിലേക്ക് നമ്മൾ 1 പഫ് സ്റ്റിച്ചാണ് ചെയ്യുന്നത്. സോ റിപ്പീറ്റ് ദ പാറ്റേൺ 2 1 2 പഫ് സ്റ്റിച്ച് ദെൻ 1 പഫ് സ്റ്റിച്ച് ലൈക്ക് ദാറ്റ്. ഓക്കെ, സോ ഇവിടെ 1 പഫ് സ്റ്റിച്ച് ചെയ്യുന്നു. നെക്സ്റ്റ് സ്പേസിലേക്ക് നമ്മൾ 2 പഫ് സ്റ്റിച്ച് ചെയ്യുന്നു. അങ്ങനെ ഈ പാറ്റേൺ കണ്ടിന്യൂ ചെയ്യുക. നമ്മളങ്ങനെ റൗണ്ട് 3യുടെ എൻഡിലേക്ക് എത്തിയിരിക്കുകയാണ്. നമുക്കിവിടെ ടോട്ടൽ 15 പഫ് സ്റ്റിച്ചസ് ആണ് കിട്ടുന്നത്. സോ ലാസ്റ്റ് ഒരു സിംഗിൾ പഫ് സ്റ്റിച്ച് വെച്ചിട്ടാണ് എൻഡ് ചെയ്യുന്നത്. അതിന് ശേഷം ഈ 2 പഫ് സ്റ്റിച്ചിൻ്റെ ഇടയിലേക്ക് വേണം സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുവാനായി. സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. റൗണ്ട് 3 ഇവിടെ ഫിനിഷ് ആയിരിക്കുകയാണ്. നിങ്ങൾക്ക് ഫർദർ പ്രൊസീഡ് ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ ഈ ടെയിൽ എൻഡ് വീവ് ചെയ്ത് ട്രിം ചെയ്ത് വെക്കാവുന്നതാണ്. ഓക്കെ, ഉള്ളിലേക്ക് വീവ് ചെയ്തതിന് ശേഷം ട്രിം ചെയ്ത് സെക്യൂർ ചെയ്യാം. ട്രിം ചെയ്ത് സെക്യൂർ ചെയ്യാവുന്നതാണ്. സോ നെക്സ്റ്റ് ഈസ് റൗണ്ട് 4. റൗണ്ട് 4 ഐദർ നിങ്ങൾക്ക് ഈ പൗച്ചിൻ്റെ സൈസ് ഇൻക്രീസ് ചെയ്യാം ഓർ സെയിം റിപ്പീറ്റ് ചെയ്ത് ഒരു ലെന്ത് കുറച്ച് കൂട്ടാവുന്നതാണ്. നിങ്ങൾക്ക് വലിയ ബാഗാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അല്ലെ വലിയ പൗച്ചാണെന്നുണ്ടെങ്കിൽ സൈസ് ഇൻക്രീസ് ചെയ്യാവുന്നതാണ്. സൈസ് ഇൻക്രീസ് ചെയ്യാനായിട്ട് ഈ സ്പേസിലേക്ക് 2 പഫ് സ്റ്റിച്ച് കൊടുക്കുക. നെക്സ്റ്റ് 2 സ്പേസസിലേക്ക്
സിംഗിൾ പഫ് സ്റ്റിച്ച് വീതം ചെയ്യുക. എഗെയിൻ 2 2 1 1 2 1 1 എന്നുള്ള പാറ്റേൺ റിപ്പീറ്റ് ചെയ്യാവുന്നതാണ്. ഇവിടെ ഞാൻ ഈ സെയിം സൈസ് തന്നെ ജസ്റ്റ് സൈസ് മാത്രമാണ് ഇൻക്രീസ് ചെയ്യുന്നത്. സോ ഇവിടെ ഞാൻ എല്ലാ സ്പേസിലേക്കും സിംഗിൾ പഫ് സ്റ്റിച്ചാണ് കൊടുക്കുന്നത്. 1 more റൗണ്ട്. ഓക്കെ, ദാറ്റ് ഈസ് റൗണ്ട് 4. സോ ചെയിൻ 1 ചെയ്യുക, പുൾ അപ്പ് ചെയ്യുക കുറച്ചാണ്. അതിന് ശേഷം ഒരു സിംഗിൾ പഫ് സ്റ്റിച്ച് ഈ സ്പേസിലേക്ക് വർക്ക് ചെയ്യുക. ഓക്കെ, അതിനുശേഷം നെക്സ്റ്റ് സ്പേസിലേക്ക് എഗെയിൻ 1 more പഫ് സ്റ്റിച്ച്. അങ്ങനെ എല്ലാ സ്പേസിലും ഓരോ പഫ് സ്റ്റിച്ച് വീതം ചെയ്യുക. ഇത് ജസ്റ്റ് ബാഗിൻ്റെ പൗച്ചിൻ്റെ സൈസ് ഒന്ന് ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഒരു പഫ് സ്റ്റിച്ചിന് നമ്മൾ 5 times ആണ് യാൺ ഓവർ ചെയ്ത് പുൾ ത്രൂ ചെയ്യുന്നത്. ഓക്കെ, ദിസ് ഈസ് എ 5th ടൈം. 1 2 3 4. ഇനി നെക്സ്റ്റ് സ്പേസിലേക്ക് 1 പഫ് സ്റ്റിച്ച് ചെയ്യുക. അങ്ങനെ ഈ റൗണ്ടിൽ നമുക്ക് ടോട്ടൽ സെയിം കൗണ്ട് 15 പഫ് സ്റ്റിച്ചസ് ഉണ്ടായിരിക്കുന്നതാണ്. സോ റൗണ്ടിൻ്റെ എൻഡിൽ നമുക്ക് മീറ്റ് ചെയ്യാം. സോ നമ്മുടെ റൗണ്ട് 4ൻ്റെ എൻഡിലേക്ക് എത്തിയിരിക്കുകയാണ്. ലാസ്റ്റ് പഫ് സ്റ്റിച്ച് ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ടോട്ടൽ 15 പഫ് സ്റ്റിച്ച് ചെയ്തിരിക്കുകയാണ്. അതിന് ശേഷം ഈ 2 പഫ് സ്റ്റിച്ചിൻ്റെ ഇടയിലേക്ക് കൊണ്ടുവന്നാണ് നമ്മൾ സിംഗിൾ ക്രോഷ്യ ചെയ്ത് ഫിനിഷ് ചെയ്യുന്നത്. സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് ഫിനിഷ് ചെയ്യുന്നത്. സ്ലിപ്പ് സ്റ്റിച്ച് ആൻഡ് ഫിനിഷ് ദിസ് റൗണ്ട് 4. ഓക്കെ, നെക്സ്റ്റ് ഈസ് റൗണ്ട് 5. റൗണ്ട് 5 ചെയ്യാനായിട്ട് ചെയിൻ 1 ആൻഡ് സിംഗിൾ ക്രോഷ്യ ഇൻ ടു ദി സെയിം സ്പേസിലേക്ക് തന്നെ സിംഗിൾ ക്രോഷ്യ ചെയ്യുക. ഇനി നെക്സ്റ്റ് 2 ഡബിൾ ക്രോഷ്യയുടെ ഇടയ്ക്ക് ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്യുക. നെക്സ്റ്റ് 2 ഡബിൾ ക്രോഷ്യയുടെ ഇടയ്ക്ക് ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്യുക. ആൻഡ് ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുക. നമുക്ക് ടോട്ടൽ 15 സ്റ്റിച്ചസ് കിട്ടുന്നതാണ്. നെക്സ്റ്റ് 2 സിംഗിൾ ക്രോഷ്യയുടെ ഇടയ്ക്ക് ഒരു ഡബിൾ ക്രോഷ്യ. ഓക്കെ, പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുക. വി വിൽ മീറ്റ് അറ്റ് ദ എൻഡ്. ഓക്കെ, നമ്മൾ റൗണ്ട് 5ൻ്റെ എൻഡിലേക്ക് എത്തിയിരിക്കുകയാണ്. എല്ലാ പഫ് സ്റ്റിച്ചിൻ്റെ ഇടയ്ക്ക് ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്ത് ടോട്ടൽ 15 സിംഗിൾ ക്രോഷ്യസ് ചെയ്തിരിക്കുകയാണ്. ഇനി സ്ലിപ്പ് സ്റ്റിച്ച് ടു ദി ഫസ്റ്റ് സിംഗിൾ ക്രോഷ്യ. ചെയിൻ 1ലേക്കല്ല, ഫസ്റ്റ് സിംഗിൾ ക്രോഷ്യയിലേക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. അതിനുശേഷം എഗെയിൻ ചെയിൻ 1 ആൻഡ് സിംഗിൾ ക്രോഷ്യ ഓൺ ദ ടോപ്പ് ഓഫ് ഈച്ച് സിംഗിൾ ക്രോഷ്യ. ഓക്കെ, ഈ സിംഗിൾ ക്രോഷ്യയുടെ മുകളിൽ ഒരു സിംഗിൾ ക്രോഷ്യ. സോ we will get at the end again 15 സിംഗിൾ ക്രോഷ്യേസ് ആണ് ഈ റൗണ്ടിൽ ചെയ്യുന്നത്. ഓക്കെ, എല്ലാ സിംഗിൾ ക്രോഷ്യയുടെയും മുകളിൽ ഓരോ സിംഗിൾ ക്രോഷ്യ ചെയ്യുക. ദാറ്റ് ഈസ് റൗണ്ട് 6. സോ വി വിൽ മീറ്റ് അറ്റ് ദ എൻഡ്. നമ്മൾ ഈ റൗണ്ടിൻ്റെ എൻഡിലേക്ക് എത്തിയിരിക്കുകയാണ്. അതിനുശേഷം 15 സിംഗിൾ ക്രോഷ്യ കഴിഞ്ഞതിന് ശേഷം സ്ലിപ്പ് സ്റ്റിച്ച് ടു ദി ഫസ്റ്റ് സിംഗിൾ ക്രോഷ്യയിലേക്കാണ് നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. റൗണ്ട് ഫിനിഷ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ലീഫാണ് വർക്ക് ചെയ്യുന്നത്. ലീഫ് വർക്ക് ചെയ്യാനായിട്ട് ഗ്രീൻ കളർ യാണാണ് യൂസ് ചെയ്യുന്നത്. സോ യു ക്യാൻ കട്ട് ദിസ് യാൺ. ഓക്കെ, നെക്സ്റ്റ് ഇനി ഗ്രീൻ കളർ യാണ് എടുത്ത് അറ്റാച്ച് ചെയ്യാം. സോ നെക്സ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ഗ്രീൻ കളർ യാൺ എടുക്കാവുന്നതാണ്. അതിനുശേഷം ഈ നമ്മൾ എൻഡ് ചെയ്ത സെയിം സ്പേസിലേക്ക് തന്നെയാണ് ഞാൻ അറ്റാച്ച് ചെയ്യുന്നത്. സെയിം സിംഗിൾ ക്രോഷ്യ സ്പേസിലേക്ക് ഗ്രീനെയാണ് അറ്റാച്ച് ചെയ്യുക. ഓക്കെ, അറ്റാച്ച് ചെയ്തതിന് ശേഷം ഒരു ചെയിൻ 3 ചെയ്യുക. ചെയിൻ 3 ചെയ്തതിന് ശേഷം സ്കിപ്പ് 2 സിംഗിൾ ക്രോഷ്യ. 2 സ്റ്റിച്ച് സ്കിപ്പ് ചെയ്ത് 3rd സ്റ്റിച്ചിലേക്ക് സിംഗിൾ ക്രോഷ്യ ചെയ്യുക. again chain 3 and skip
2 stitches and into the third stitch single crochet ചെയ്യുക. 1 2 സ്കിപ്പ് ചെയ്തതിന് ശേഷം തേർഡ് സ്റ്റിച്ചിലേക്ക് സിംഗിൾ ക്രോഷേ ചെയ്യുക ആൻഡ് റിപ്പീറ്റ് ദിസ് പാറ്റേൺ. അഗെയിൻ ചെയിൻ 3, സ്കിപ്പ് 2 stitches and into the third stitch സിംഗിൾ ക്രോഷേ ആൻഡ് ചെയിൻ 3. സോ നമ്മൾ ലാസ്റ്റ് ചെയിൻ 3 ചെയ്തിരിക്കുകയാണ്. സ്കിപ്പ് 2 ആൻഡ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തെടുത്ത് തന്നെ നമുക്ക് ഒരു ചെയിൻ 1ലേക്ക് നമുക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് റൗണ്ട് ഫിനിഷ് ചെയ്യാവുന്നതാണ്. അപ്പോൾ സ്റ്റാർട്ടിങ് ചെയിനിലേക്ക് മതിയാവും. ഓക്കെ, ഫിനിഷ് ചെയ്യുക. സോ നമുക്കിവിടെ ടോട്ടൽ 5 ചെയിൻ 3 സ്പേസസ് ആണുള്ളത്. 1 2 3 4 ആൻഡ് 5. സോ നെക്സ്റ്റ് റൗണ്ട് വർക്ക് ചെയ്യുന്നത് ലീഫാണ്. അതിനായിട്ട് ചെയിൻ 1 ചെയ്യുക. ചെയിൻ 1 ചെയ്തതിന് ശേഷം നമ്മുടെ വർക്ക് ജസ്റ്റ് ടേൺ ചെയ്യുക. ടേൺ ചെയ്തിട്ട് ഈ ലാസ്റ്റ് ചെയിൻ 3 സ്പേസിലാണ് ആദ്യം നമ്മൾ ലീഫ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് അവിടെ ഫസ്റ്റ് ഒരു സിംഗിൾ ക്രോഷേ ചെയ്യുക. ഓക്കെ, അതിന് ശേഷം ഒരു ഹാഫ് ഡബിൾ ക്രോഷേ ചെയ്യുക. അതിനുശേഷം 2 ഡബിൾ ക്രോഷേ ചെയ്യുക. ശേഷം 1 മോർ ഡബിൾ ക്രോഷേ ചെയ്യുക. ഒരു പീകോട്ട് സ്റ്റിച്ച് ഉണ്ടാക്കാനാണ് ഈ ഡബിൾ ക്രോഷേ ചെയ്യുന്നത്. ചെയിൻ 3 ചെയ്യുക. എന്നിട്ട് നമ്മുടെ ഈ ഫസ്റ്റ് ചെയിനിലേക്ക് ഒരു സിംഗിൾ ക്രോഷേ ചെയ്യുക. അതിനുശേഷം 2 ഡബിൾ ക്രോഷേ ചെയ്യുക. പിന്നീട് ഒരു ഹാഫ് ഡബിൾ ക്രോഷേ ചെയ്യുക. പിന്നീടൊരു സിംഗിൾ ക്രോഷേ ചെയ്യുക. സിംഗിൾ ക്രോഷേ ചെയ്യുക. നമ്മുടെ ഫസ്റ്റ് ലീഫ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഈ പാറ്റേൺ ഈ സ്പേസസിലെല്ലാം വർക്ക് ചെയ്യുക. സോ നെക്സ്റ്റ് സ്പേസ് എടുക്കുക. സ്റ്റാർട്ട് വിത്ത് എ സിംഗിൾ ക്രോഷേ, ദെൻ ഹാഫ് ഡബിൾ ക്രോഷേ, ദെൻ 2 ഡബിൾ ക്രോഷേസ്, ദെൻ എ പീകോട്ട് സ്റ്റിച്ച് ആൻഡ് അഗെയിൻ 2 ഡബിൾ ക്രോഷേ, 1 ഹാഫ് ഡബിൾ ക്രോഷേ ആൻഡ് 1 സിംഗിൾ ക്രോഷേ. ഈ പാറ്റേണിലെ എല്ലാ സ്പേസിലും വർക്ക് ചെയ്യുക. ഓക്കെ, സോ വി വിൽ മീറ്റ് അറ്റ് ദ എൻഡ്. അത് നമ്മുടെ ലാസ്റ്റ് സ്പേസിൽ ലീഫ് വർക്ക് ചെയ്തിരിക്കുകയാണ്. അതിനുശേഷം ഇവിടെ സ്റ്റാർട്ട് ചെയ്ത ഈ സിംഗിൾ ക്രോഷയിലേക്ക് കൊണ്ടുവന്ന് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് ഈ റൗണ്ട് ഫിനിഷ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം ചെയിൻ 1 ചെയ്യുക. ചെയിൻ 1 ചെയ്തതിന് ശേഷം നമ്മുടെ വർക്ക് വീണ്ടും തിരിക്കുക. തിരിച്ചിട്ട് ഇവിടെ നമ്മൾ ഇനീഷ്യലി സ്കിപ്പ് ചെയ്ത് 2 സിംഗിൾ ക്രോഷേ സ്റ്റിച്ചസ് ഉണ്ട്. അതിലാണ് ഇനി നെക്സ്റ്റ് വർക്ക് ചെയ്യുന്നത്. സോ തിരിച്ചതിന് ശേഷം ഫസ്റ്റ് സിംഗിൾ ക്രോഷേ സ്റ്റിച്ചിലേക്ക് 2 ഡബിൾ ക്രോഷേ ചെയ്യുക. 1 മോർ ഡബിൾ ക്രോഷേ, then a chain 1. അതിനുശേഷം നെക്സ്റ്റ് സിംഗിൾ ക്രോഷയിലേക്ക് അഗെയിൻ 2 ഡബിൾ ക്രോഷേ ചെയ്യുക. Okay, then again chain 1. അതിനുശേഷം നെക്സ്റ്റ് 2 സ്കിപ്പ് ചെയ്ത് സിംഗിൾ ക്രോഷേ കണ്ടുപിടിക്കുക. അവിടേക്ക് ഫസ്റ്റ് സ്റ്റിച്ചിലേക്ക് ഓക്കെ ഫസ്റ്റ് സ്റ്റിച്ചിലേക്ക് എഗെയിന് ഡബിൾ ക്രോഷേ, 1 more double crochet to the same stitch, chain 1, then next സ്റ്റിച്ചിലേക്ക് 2 ഡബിൾ ക്രോഷേ,
ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുക. ചെയിൻ 1, നെക്സ്റ്റ് സ്കിപ്പ് ചെയ്ത സിംഗിൾ ക്രോഷയിലേക്ക് 2 ഡബിൾ ക്രോഷേ, അങ്ങനെ കണ്ടിന്യൂ ചെയ്യാം. സോ ലാസ്റ്റ് സ്കിപ്പ് ചെയ്ത് സിംഗിൾ ക്രോഷയിലേക്ക് ഡബിൾ ക്രോഷേ ചെയ്തതിന് ശേഷം ചെയിൻ 1 ചെയ്യുക. ചെയിൻ 1 ചെയ്തതിന് ശേഷം ഈ സ്റ്റാർട്ട് ചെയ്ത ഫസ്റ്റ് ഡബിൾ ക്രോഷയിലേക്ക് വന്ന് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് ഫിനിഷ് ചെയ്യുക. സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. അതിനുശേഷം ഞാൻ കട്ട് ചെയ്യുക. ചെയിൻ 1 ആൻഡ് ഫിനിഷ്. സോ നമ്മുടെ പൗച്ച് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. നമുക്കിനി ഒരു ഡ്രോ സ്ട്രിങ് ആണ് ഉണ്ടാക്കേണ്ടത്, ഇതിൻ്റെ ഒരു ക്ലോഷറായിട്ട്. സോ നമുക്ക് അത് വർക്ക് ചെയ്യാം. ലാസ്റ്റ് കോഡ് ഉണ്ടാക്കുന്നതിന് മുന്നായിട്ട് ഞാൻ ഈ ത്രെഡ്സ് എല്ലാം, ലെഫ്റ്റ് ഓവർ യാൺ ത്രെഡ്സ് എല്ലാം ഉള്ളിലേക്ക് വീവ് ചെയ്ത് ഫിനിഷ് ചെയ്യുന്നതാണ്. എല്ലാ ത്രെഡ്സും വീവ് ചെയ്ത് എൻഡെല്ലാം ഫിനിഷ് ചെയ്യുക. നെക്സ്റ്റ് സ്ട്രിങ് ഓർ കോഡ് ക്ലോഷർ ഉണ്ടാക്കാനായിട്ട് ചെയിനാണ് ചെയ്യേണ്ടത്. ഞാനിവിടെ ഒരു ചെയിൻ 40 ആണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലെന്തിൽ ചെയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, നിങ്ങൾക്ക് എത്രയാണോ സ്ട്രിങ്ങിൻ്റെ ലെന്ത് വേണേ അതിനനുസരിച്ചിട്ട് ലെന്തിൽ നിങ്ങൾക്കിത് ചെയ്തെടുക്കാവുന്നതാണ്. സോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലെന്തിൽ കോഡ് ചെയിൻ ചെയ്തതിന് ശേഷം കട്ട് ചെയ്ത് ഫിനിഷ് ചെയ്യുക. അതിനുശേഷം നമുക്കിത് ഇതുമായിട്ട് അറ്റാച്ച് ചെയ്യാം, പൗച്ചുമായിട്ട് അറ്റാച്ച് ചെയ്യാം. അതിന് മുന്നായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സൈഡ് എൻഡ്സ് വീവ് ചെയ്യാം ഉള്ളിലേക്ക്. അതല്ലെന്നുണ്ടെങ്കിൽ മറ്റെന്തെങ്കിലും ചെറിയ സ്ട്രോബെറി എന്തെങ്കിലും ബെറീസ് ഉണ്ടാക്കിയിട്ട് ഇവിടെ ഹാങ്ങിങ്സ് ആയിട്ടും യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, എല്ലാം നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ചിട്ട് ചെയ്യാവുന്നതാണ്. സോ ഇനി കോഡ് ഈ പൗച്ചുമായിട്ട് അറ്റാച്ച് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ചെയിൻ 1 സ്പേസ് യൂസ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾ ഫിനിഷ് ചെയ്ത ഇടത്തു നിന്നുള്ള ചെയിൻ 1 സ്പേസ് ആയാലും യൂസ് ചെയ്താൽ മതി. ഓക്കെ, അത് ചെയിൻ 1 സ്പേസ് വഴി കോഡ് ഉള്ളിലേക്ക് എടുക്കുക. അതിനുശേഷം നെക്സ്റ്റ് ചെയിൻ 1 സ്പേസ് വഴി പുറത്തേക്ക് എടുക്കുക. ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുക. ഓക്കെ, ദെൻ ചെയിൻ 1 സ്പേസ് വഴി ഉള്ളിലേക്ക് കയറ്റുക. അങ്ങനെ ഫുൾ ചുറ്റി കൊണ്ടുവരിക. നമ്മുടെ ലാസ്റ്റ് ചെയിൻ 1 സ്പേസ് വഴി ഞാൻ ഈ കോഡ് പുറത്തേക്ക് എടുത്തിരിക്കുകയാണ്. അതിനുശേഷം ഈ സ്ട്രിങ് നമുക്ക് വലിച്ചു കഴിഞ്ഞാൽ ഇത് ക്ലോസ് ആവുന്നതാണ്. അതിനുശേഷം ഇവിടെ സെക്യൂർ ചെയ്യാവുന്നതാണ്. ഈ എൻഡിലേക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ചെറിയ ബെറീസ് ഉണ്ടാക്കിയിട്ട് ഹാങ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ഇത് ഉള്ളിലേക്ക് വീവ് ചെയ്ത് ഫിനിഷ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഇത് വീവ് ചെയ്ത് ഫിനിഷ് ചെയ്ത് കാണിച്ചത്. നോട്ട് പോലെ ആക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഇത് എൻഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഓക്കെ, ഇതേപോലെ തന്നെ നെക്സ്റ്റ് സൈഡും വർക്ക് ചെയ്യാം. നമ്മുടെ ബെറി പൗച്ച് ഇവിടെ ഫിനിഷ് ആയിരിക്കുകയാണ്. ഇനി നിങ്ങൾക്ക് മുൻപേ ഞാൻ പറഞ്ഞതുപോലെ ഈ ഡ്രോ സ്ട്രിങ്ങിൻ്റെ എൻഡിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഫിനിഷ് ആക്കാവുന്നതാണ്. നിങ്ങൾക്ക് ചെറിയ ബെറീസ് ഹാങ്ങിങ്സും ഒക്കെ കൊടുക്കാവുന്നതാണ്. സോ നിങ്ങളുടെ വാല്യുബിൾസ് മണി അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സ്റ്റോർ ചെയ്യാനുള്ള ഓർണമെൻറ്റ്സോ എന്താണെന്ന് വെച്ച് ഇട്ടിട്ട് ഈ പൗച്ച് ക്ലോസ് ചെയ്ത് സെക്യൂർ ചെയ്യാവുന്നതാണ്. ഡ്രോ സ്ട്രിങ് ക്ലോസ് ചെയ്താൽ മതിയാവും. ഓക്കെ, ഡ്രോ സ്ട്രിങ്ങിൻ്റെ ലെന്തും നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ
ഇൻക്രീസ് ചെയ്യുകയോ ഡിക്രീസ് ചെയ്യുകയോ ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ ദിസ് ഈസ് അവർ ബെറി പൗച്ച്. ഓക്കെ, ഹോപ്പ് യു ഓൾ ലൈക്ക് ദ വീഡിയോ. പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിലും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും പ്ലീസ് ഡു കമൻറ്റ്. താങ്ക് യു.